50,000 രൂപ മുതൽ 1,25,000 രൂപ വരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുന്ന ഒരു കിട്ടില്ല സ്കോളർഷിപ്പ്. കേരളത്തിലെ 90% അർഹരായ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ ഇതിനെക്കുറിച്ച് അറിയാത്തതിൻ്റെ പേരിൽ പലരും അപ്ലൈ ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം ഇതിൽ കൃത്യമായി അപ്ലൈ ചെയ്ത ഭൂരിഭാഗം ആൾക്കാർക്ക് ഇത് കിട്ടി. കാരണം വളരെ കുറഞ്ഞ അപ്ലിക്കേഷൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൽ 20% കേരളത്തിലുള്ള പ്രവാസികളുടെ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് നീക്കി വച്ചിരിക്കുന്നു. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. കേരളത്തിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുന്ന ലക്ഷ്യത്തോടെ നമ്മളെ നോർക്ക റൂട്ട്സും അതുപോലെ തന്നെ രവി പിള്ള ഫൗണ്ടേഷനും ചേർന്ന് കഴിഞ്ഞ വർഷം, അതായത് 2025 മാത്രം സ്റ്റാർട്ട് ചെയ്ത ഒരു കിടിലൻ പ്രോഗ്രാമാണിത്. ഇതിൽ കഴിഞ്ഞ വർഷം വളരെ കൃത്യമായി അപ്ലൈ ചെയ്ത് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു സ്കോളർഷിപ്പ് നേരിട്ട് കൈപ്പറ്റിയ 4-5 വിദ്യാർത്ഥികളെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്കോളർഷിപ്പിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത്, എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ എത്ര രൂപയാണ് സ്കോളർഷിപ്പ് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആരാണ് ഈ രവി പിള്ള? കൊല്ലം ജില്ലയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് കുട്ടിക്കാലത്ത് ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തി. പിന്നീട് സ്വയം പ്രയത്നം കൊണ്ട് ഏകദേശം 34,000 കോടി രൂപയുടെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത RP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ തലവൻ. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 1,25,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തി. കേരളത്തിലെ 10 റിച്ചസ്റ്റായ വ്യക്തികളിൽ ഒരാൾ. GCCയിലെ 10 റിച്ചസ്റ്റായ ഇന്ത്യക്കാരിൽ ഒരാൾ. രാജ്യം പത്മശ്രീയും പ്രവാസി ഭാരതി സമ്മാനം നൽകി ആദരിച്ച ഒരു വ്യക്തി. ഇതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു മഹാനായ വ്യക്തി. സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആ ഒരു വലിയ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 3 കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണ് ഈ RP സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കുന്ന സ്റ്റുഡൻസ്. ഈ കാറ്റഗറിയിൽ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. അതുപോലെ 1,100 സ്റ്റുഡൻസിനാണ് ഈ ഒന്നാമത്തെ കാറ്റഗറിയിൽ സ്കോളർഷിപ്പ് കിട്ടുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കോ ഇനി അതല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന സ്റ്റുഡൻസ്. ഈ കാറ്റഗറിയിൽ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയാണ്. അതുപോലെ ടോട്ടൽ 200 പേർക്കാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ സ്കോളർഷിപ്പ് കിട്ടുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്കോ ഇനി അതല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സിനോ പഠിക്കുന്ന സ്റ്റുഡൻസ്. ഈ കാറ്റഗറിയിൽ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപയാണ്. അതുപോലെ 200 പേർക്കാണ് ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ സ്കോളർഷിപ്പ് കിട്ടുക. മൊത്തം 3 കാറ്റഗറിയിലും കൂടി 1,500 പേർക്കാണ് ഒരു അധ്യയന വർഷം ഈ RP സ്കോളർഷിപ്പ് കിട്ടുക. ഇനി വേറെ എന്തൊക്കെ യോഗ്യതകളാണ് ഈ സ്കോളർഷിപ്പ് കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടത്? ഇതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു കേരളീയനായിരിക്കണം. അതായത് നിങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരൻസിൻ്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കാദമിക് പെർഫോമൻസ് ആണ്. അതായത് നിങ്ങൾ ആദ്യത്തെ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് സിലബസോ ഇനി അതല്ല CBSEയോ അതല്ല ICSE സിലബസോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 90% അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയ സ്റ്റുഡൻ്റ് ആയിരിക്കണം. പക്ഷേ ഇതിൽ പ്രവാസികളുടെ മക്കളാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ 8 അല്ലെങ്കിൽ 9 A+ ഉണ്ടെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം 20% റിസർവേഷൻ ഉള്ളതുകൊണ്ട്. കഴിഞ്ഞ വർഷം 8 A+, 9 A+ ഒക്കെ കിട്ടിയ സ്റ്റുഡൻറ്റിന് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയതായിട്ട് എനിക്ക് നേരിട്ടറിയാം. ഇനി നിങ്ങൾ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതായത് +2 കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 85%. ഇനി മൂന്നാമത്തെ കാറ്റഗറി, അതായത് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക്, നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ 80%, നിങ്ങൾ കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 75%. പക്ഷേ ഈ മാർക്ക് നിബന്ധനയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രവാസികളുടെ മക്കളാണെങ്കിൽ ഒരു പക്ഷേ 20% റിസർവേഷൻ ഉള്ളതുകൊണ്ട് ഈ മാർക്കിൽ കുറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ചെറിയ മാർക്ക് കുറഞ്ഞാലും എന്തായാലും ഇത് അപ്ലൈ ചെയ്യാം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇത് വിദേശത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് കിട്ടൂല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്ന് ഇപ്പം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 ഡിഗ്രി കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപഠനം നടത്തുന്ന സ്റ്റുഡൻസിന് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടൂല. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പ് ഒരാളെ കരിയറിൽ ഒറ്റ പ്രാവശ്യമേ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ്
സ്റ്റുഡൻ്റാണ്, എനിക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട്, ഈ 90% മാർക്കുണ്ട്, അപ്പോൾ എനിക്കിത് അപ്ലൈ ചെയ്ത് ഇത് കിട്ടി. അപ്പോൾ എനിക്കിത് +2 കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാലോ എനിക്ക് ഈ മാർക്ക് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കരിയറിൽ ഒറ്റ തവണ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു പേരൻസിൻ്റെ 2 മക്കൾക്ക് മാത്രമാണ് ഇത് കിട്ടും. ചിലപ്പോൾ ഒരു ഫാമിലിയിൽ 3 സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ 3 കുട്ടികളുണ്ടാവും. ഇവർ 3 പേരും നല്ല എക്സ്ട്രാ ബ്രില്യൻ ബ്രൈറ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും മാക്സിമം 2 സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടും. ഇനി ഏതൊക്കെ സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പിൽ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ റിസർവേഷൻ ഉള്ളത്? ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവാസികളുടെ മക്കൾ. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, 20% പ്രവാസികളുടെ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നു. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രവാസിനോർക്ക് ID കാർഡാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ്. അപ്പോൾ അവർക്ക് 5% റിസർവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ 5% മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടത്? ഇതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ആധാർ കാർഡാണ്. ആധാർ കാർഡ് പിന്നെ എല്ലാ ആപ്ലിക്കേഷനും നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണല്ലോ. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ നിങ്ങളെ മാർക്ക് ലിസ്റ്റാണ്. അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ അല്ലെങ്കിൽ ഏത് ക്വാളിഫിക്കേഷനാണോ കഴിഞ്ഞത് അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള മാർക്ക് ലിസ്റ്റ്. ഇനി മൂന്നാമത്തെ പറഞ്ഞാൽ നിങ്ങളെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ കേരളീയനാണെന്ന് തെളിയിക്കുന്ന, കേരളത്തിൽ ഇന്ന ദേശത്ത് ഇന്ന പഞ്ചായത്തിൽ ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്ന രേഖ നാറ്റിവിറ്റി, അത് നിങ്ങളെ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളെ പേരൻസിൻ്റെ ഇൻകം 2.5 ലക്ഷം രൂപയിൽ താഴെയാണെന്ന് തെളിയിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളെ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ അഞ്ചാമത്തെ നിങ്ങളെ ബോണഫൈഡ് ലെറ്റർ, അതായത് നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുള്ള തെളിവ്, അതായത് നിങ്ങളെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോണഫൈഡ് ലെറ്റർ തരും, അതായത് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുള്ള കാണിക്കുന്നത്. ഇനി അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്ക്, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്ക്. ഇനി ആറാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും റിസർവേഡ് കാറ്റഗറിയുള്ള ആളാണെങ്കിൽ, അതായത് നിങ്ങൾ പ്രവാസിയുടെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് 20% റിസർവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നോർക്ക ID കാർഡ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളെ അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്. ഇനി ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യേണ്ടത് താഴെയുള്ള ഒരു വെബ്സൈറ്റ് ത്രൂ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൂടി കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ഡോക്യുമെൻറ്റ്സൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് സിമ്പിൾ പ്രോസസ്സാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കഫേ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ജൂലൈ അവസാനത്തിലാണ് വരിക. ജൂലൈ അവസാനം വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മാസം സമയം ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈ 10-നാണ്. ഇതുവരെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അതായത് അപ്ലിക്കേഷൻ തുടങ്ങി എന്നുള്ള കാര്യം ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ പ്രവാസികളെ മക്കൾ നിർബന്ധമായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. കാരണം നമുക്കറിയാം 20% റിസർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ 20% നിങ്ങൾക്ക് അവർക്ക് മാത്രമായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ PSCയിലോ അല്ലെങ്കിൽ നമ്മളെ ഈ സ്കൂളിൽ സീറ്റ് കിട്ടുന്നൊക്കെ കാര്യത്തിൽ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ചെറിയ മാർക്ക് കുറവാണെങ്കിൽ ഇത് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ടാണ്, വലിയൊരു ഉപകാരത്തിനെത്തുന്ന എമൗണ്ടാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് അർഹതപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനലിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് സാമ്പത്തിക വിഷയങ്ങളും കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.